ആരുടെയും മനം മയക്കുന്ന ഈ ആന്തൂര്യം വർണ്ണവിസ്മയത്തിലേക്ക് സ്വാഗതം. പൂവിലല്ല ഇലയിലാണ് കാര്യം എന്ന് നമ്മെ കാണിച്ചു തന്ന ഒരു ചെടിയാണ് ഇല ഭംഗിയുള്ളതും ഇപ്പോൾ ട്രെൻഡിങ് ആയതുമായ ആന്തൂര്യം. ഇലകൾ നിറം മങ്ങാതെ കൊഴിയാതെ 6-7 മാസം ചെടിയിൽ തന്നെ നിൽക്കും. പാതി തണൽ കിട്ടുന്ന സ്ഥലത്ത് പൂച്ചെടിയായും കട്ട് ഫ്ലവറായും ഈ ആന്തൂര്യം ചെടിയെ മലയാളിയുടെ പൂമുഖത്തിനും ആഘോഷങ്ങൾക്കും അലങ്കാരമായി കാണുന്നു. ബേർഡ്സ് നെസ്റ്റ് ആന്തൂര്യം, ഫിംഗർ ആന്തൂര്യം, വെൽവെറ്റ് കാർഡ്ബോർഡ്, ക്രിസ്റ്റൽ, കിങ് എന്നിവ ഇലയുടെ ആകൃതിയിലും വലിപ്പത്തിലും വൈവിധ്യമുള്ള ആന്തൂര്യം ഇനങ്ങളാണ്. ഞരമ്പുകളുടെ വെള്ളി നിറവും സവിശേഷ ഡിസൈനും ഒക്കെയാണ് ഇലയുടെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നത്. നമ്മുടെ നാട്ടിലെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ ആന്തൂര്യത്തിൻ്റെ ഇലയിനങ്ങളെല്ലാം ഭംഗിയോടെയും ആരോഗ്യത്തോടെയും വളരും. ആന്തൂര്യം വളർത്താൻ നല്ല നീർവാർച്ചയുള്ള മിശ്രിതം വേണം. പൊട്ടി മിക്സായി ചകിരിച്ചോറ്, ചുവന്ന മണ്ണ്, മണൽ, അല്പം കുമ്മായം, കമ്പോസ്റ്റ്, മരക്കഷ്ണങ്ങൾ എന്നിവ ഉപയോഗിക്കാം. അധികം ജലം മാർന്നു പോകാൻ ചട്ടിയുടെ അടിയിൽ ഓടിൻ്റെ കഷ്ണങ്ങൾ നിരത്തുക. മണ്ണ് ഉണങ്ങിയ ശേഷം മാത്രം നനയ്ക്കുക. ഈ ചെടിക്ക് കിഴക്ക് ദിശയിലുള്ള പ്രകാശമാണ് അനുയോജ്യം. നേരിട്ടുള്ള സൺലൈറ്റ് ദോഷകരമാണ്. വളർച്ചയുടെ സമയത്ത് മാസത്തിൽ ഒരിക്കൽ നേരിയ തോതിൽ വളം നൽകാം. ചെടി വളരുമ്പോൾ വലിയ ചട്ടിയിലേക്ക് മാറ്റാൻ ശ്രമിക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആന്തൂര്യം ചെടികൾ വളരെ നന്നായി നമുക്ക് വളർത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വൺസ് അഗെയിൻ.